മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ ചൊക്കനക്കയിൽ കാട്ടാന ആക്രമണം. ചൊക്കന ഹാരിസൺ എസ്റ്റേറ്റിലെ മാനേജറുടെ ബംഗ്ലാവ് ആക്രമിക്കുകയും അടുക്കളയുടെ ഭിത്തിയിലുള്ള ഗ്രില്ല് തകർക്കുകയും ചെയ്തു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എപ്പോഴാണ് ഇത്തരത്തിലൊരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രിയിലായിരുന്നു ഈ ആക്രമണം എന്നാണ് പറയപ്പെടുന്നത്. ചൊക്കനയിലെ ഹാരിസൺ എസ്റ്റേറ്റിലെ അസിസ്റ്റന്റ് മാനേജർ താമസിക്കുന്ന ബംഗ്ലാവാണ് കാട്ടാന ആക്രമിച്ചത്. ബംഗ്ലാവിന് പുറത്തുള്ള അടുക്കളയുടെ ഗ്രില്ല് ഈ കാട്ടാനകൾ തകർത്തു. മാത്രമല്ല, അടുക്കളയിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ മുഴുവൻ തുമ്പിക്കൈ കൊണ്ട് വലിച്ച് പുറത്തേക്ക് ഇട്ടു. ഈ സമയത്ത് ബംഗ്ലാവിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഭാഗ്യവശാൽ മറ്റ് പരിക്കുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് അത്യാഹിതങ്ങളിലേക്കൊന്നും പോകാത്തതിന് കാരണമായത്. ആരും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ഈ കാട്ടാനകൾ ഈ പറയുന്ന അക്രമ സംഭവങ്ങളൊക്കെ അവിടെ സൃഷ്ടിച്ചു. ഗ്രില്ല് തകർത്ത ശേഷം തുമ്പിക്കൈ അകത്തിട്ട് ഗ്യാസ് സിലിണ്ടർ, അതുപോലെ പലവ്യഞ്ജന സാധനങ്ങൾ ഉൾപ്പെടെ ആന പുറത്തേക്ക് വലിച്ചിട്ടു. മാത്രമല്ല, അടുക്കളയിൽ ഉണ്ടായിരുന്ന മേശയും ആന വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ പ്രദേശത്തുള്ള തൊട്ടപ്പുഴകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഈ മാനേജർ ഉൾപ്പെടെ അസിസ്റ്റന്റ് മാനേജർ ഉൾപ്പെടെ വന്ന് നോക്കിയപ്പോഴാണ് ഈ ആക്രമണ വിവരം പുറത്തറിയുന്നത്. അവർ തന്നെ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഭിത്തിയിലൊക്കെ ചളിയുടെയും മറ്റും പാടുകളുണ്ട്. ആന ഒരുപക്ഷെ മുന്നിലെ രണ്ട് കാലുകൾ എടുത്ത് നിന്ന് ഈ ഗ്രില്ല് തകർത്ത ഉള്ളിലെ സാധനങ്ങൾ വലിച്ചിടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായ ചളിയുടെ പാടുകളൊക്കെ ആയിരിക്കാം അത്. എന്നാലും ഈ മേഖലയിൽ നമുക്കറിയാം, വനമേഖലയാണ് ഈ വെള്ളിക്കുളങ്ങര ചൊക്കന എന്ന് പറയുന്ന പ്രദേശം. നേരത്തെയും നിരവധി സമയങ്ങളിൽ ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. നിരവധി തവണ ഈ പ്രദേശങ്ങളിലെ വന്യമൃഗ ആക്രമണ വാർത്തകൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ ഹാരിസൺ എസ്റ്റേറ്റിലെ അസിസ്റ്റന്റ് മാനേജർ ബംഗ്ലാവിന് നേരെ ഇപ്പോൾ കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ദീപ്തി, ശരി. തൃശൂർ ചൊക്കനയിൽ കാട്ടാന ആക്രമണം. ചൊക്കന ഹാരിസൺ എസ്റ്റേറ്റിലെ മാനേജറുടെ ബംഗ്ലാവ് കാട്ടാന ആക്രമിച്ചിരിക്കുകയാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.